അതുകൊണ്ട് തന്നെ നമുക്ക് വരേണ്ടതുണ്ട്. നിതിൻ സേവ്യർ, നോക്കൂ, ഇപ്പോൾ അജകുമാർ പ്രോസിക്യൂഷൻ പറയുന്നു. പ്രോസിക്യൂഷൻ നമ്മൾ കണ്ടത് ഈ കേസിലൊരു പാർട്ടിയായിട്ടാണെന്നേ. കേസിലെ പാർട്ടിയായ ആൾ പറയുന്നതിനാണ് പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ മന്ത്രി രാജീവ് ഇനി ഈ പ്രസ്താവന തിരുത്തേണ്ടി വരുമോ, അദ്ദേഹം അതിന് പ്രോസിക്യൂഷനൊപ്പം നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതാണ്. എനിവേ, നമുക്ക് നോക്കൂ, നിതിൻ, ഇപ്പോൾ അജകുമാർ പറഞ്ഞതിൽ നിന്ന് എന്തൊക്കെ വായിച്ചെടുക്കണം? അതായത് ഈ അജകുമാർ പ്രോസിക്യൂട്ടർ, ഈ കേസിൽ മൂന്നാമതായി വന്ന പ്രോസിക്യൂട്ടറാണ് അജകുമാർ പറയുന്നത് ശിക്ഷാവിധിയിൽ നിരാശയുണ്ട് എന്നാണ്. പൂർണ്ണമായ തൃപ്തി തനിക്ക് ശിക്ഷാവിധിയിൽ ഇല്ല എന്നാണ് അജകുമാർ പറയുന്നത്. ഈ വിധി, അതായത് നൽകാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ ഒരു ശിക്ഷയാണ് ഈ പ്രതികൾക്ക് നൽകിയത് എന്നാണ് അജകുമാർ പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു വിധി സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകുമെന്നും പറയുന്നുണ്ട്. 20 വർഷം എന്നത് പാർലമെന്റ് നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ്. അപ്പോൾ അത്തരമൊരു ശിക്ഷ ഇത്രയും ഗുരുതരമായ കേസിലെ പ്രതികൾക്ക് നൽകുന്നത് അത് വലിയ തോതിൽ ഈ ആളുകൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ തെറ്റായ സന്ദേശം നൽകും എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് ഈ കേസിൽ ഇരയ്ക്ക് അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് പൂർണ്ണമായി നീതി കിട്ടിയോ എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ചോദ്യം. ഏത് സാഹചര്യത്തിൽ ഏത് പ്രതികളെ വെറുതെ വിട്ടാലും, ഏതൊക്കെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകിയാലും ഒക്കെ ഏറ്റവും ഒടുവിലെ ചോദ്യം അതിജീവിതയ്ക്ക് പൂർണ്ണമായും നീതി കിട്ടിയോ എന്നാണ്. ആ ഒരു ചോദ്യം എപ്പോഴും ബാക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്രി പറഞ്ഞത് വിധിയുടെ പൂർണ്ണഭാഗം കിട്ടിയിട്ടില്ല, നല്ല വിധിയായിട്ടാണ് തനിക്ക് തോന്നുന്നതെന്നാണ്. നിയമമന്ത്രി പറയുന്നത് ഇതൊരു നല്ല വിധിയായിട്ട് തനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോഴും, മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചു എന്ന് പറയുമ്പോഴും പ്രോസിക്യൂട്ടർക്ക് ആ ഒരു സംതൃപ്തിയോ ആ ഒരു സന്തോഷമോ ഇല്ല. പകരം അദ്ദേഹം ഈ ശിക്ഷാവിധിയിൽ ഒരു പൂർണ്ണമായും നിരാശയാണ് ഈ പ്രോസിക്യൂട്ടർക്കുള്ളത്. പ്രമോദ്, അതുതന്നെയാണ്. ഞാൻ ഷുക്കൂർ ഉടൻ ചേരുമെന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണ്. അതിജീവിതയ്ക്ക് നീതി നേടിക്കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്ത സർക്കാരാണ്. അത് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ 20 വർഷം കഠിന തടവ് മാത്രമാകുമ്പോൾ അത് കുഴപ്പമില്ലാത്ത സ്വാഗതാർഹമായ ശിക്ഷാവിധിയാണ് എന്ന് സർക്കാരിന് തോന്നുന്നു. എന്തുകൊണ്ടാണ്? അത് ഏറ്റവും മിനിമം, ആ നിയമപ്രകാരം, ആ വകുപ്പ് പ്രകാരം അത് മിനിമം ശിക്ഷയാണെങ്കിൽ അതെങ്ങനെയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമാകുക എന്നൊരു ചോദ്യമുണ്ടല്ലോ. അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ വിധിയെക്കുറിച്ച് ഒരു കമന്റ് പറയുമ്പോൾ നിയമമന്ത്രി സൂക്ഷിക്കേണ്ടതല്ലേ എന്ന ചോദ്യമുണ്ട്. കാരണം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി ശിക്ഷാ പ്രതികൾക്ക് ലഭിക്കുക എന്നതായിരിക്കണം പ്രോസിക്യൂഷൻ എന്ന പോലെ സർക്കാരിനും ഉണ്ടാകേണ്ട ഒരു ആവശ്യം. ആ ആവശ്യം മുൻനിർത്തി സമീപിക്കുമ്പോൾ ഇത് പ്രോസിക്യൂട്ടറുമായി ആലോചിക്കാതെ ഇത് യഥാർത്ഥത്തിൽ നല്ല വിധിയാണോ, അതോ ഇതിനകത്ത് പോരായ്മകളുണ്ടോ, ഇതിൽ കൂടുതൽ ശിക്ഷ നൽകാൻ കഴിയുമായിരുന്നോ എന്നുള്ള കാര്യത്തിൽ എന്തുകൊണ്ട് ആലോചന ഉണ്ടായിട്ടില്ല മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എന്ന ചോദ്യം നിർണായകമായി കടന്നു വരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശിക്ഷാവിധിയെ പ്രോസിക്യൂഷൻ കാണുന്നത് ഒട്ടും തൃപ്തികരമായിട്ടല്ല. ഇത് കേവലം ഇത് കോടതിയുടെ ഔദാര്യമല്ല, ഇത് എന്തായാലും നൽകേണ്ടിയിരുന്ന. ഷുക്കൂർ ചേരുന്നു നമ്മോടൊപ്പം. ഷുക്കൂർ, കോടതിയിൽ നിന്ന് പുറത്തു വന്ന ശിക്ഷാവിധിയെക്കുറിച്ച് പ്രോസിക്യൂഷൻ പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ മന്ത്രി പറഞ്ഞു അത് സ്വീകാര്യമായ അല്ലെങ്കിൽ നല്ല വിധിയായി തോന്നുന്നു എന്ന്. മാത്രവുമല്ല, ഇത് പരമാവധി ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് എന്നാണ് മന്ത്രി രാജീവ് പറഞ്ഞത്. എന്നാൽ പ്രോസിക്യൂഷൻ പറയുന്നു ഇത് മിനിമമാണ് എന്ന് പറയുന്നു. ഇതല്ല വേണ്ടത്, അപ്പീൽ പോകും, ഇന്ന് ശിക്ഷാവിധിക്കെതിരെയും അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. പ്രോസിക്യൂഷനും സർക്കാരും രണ്ടു തട്ടിൽ. ഇതിന്റെ അർത്ഥം എന്താണ് ഷുക്കൂർ? മന്ത്രി പറഞ്ഞത് രാഷ്ട്രീയമായ ഒരു മറുപടിയാണ്. എന്നാൽ നിയമപരമായ അതിനെക്കുറിച്ചൊരു സാധ്യമായ ഒരു അഭിപ്രായമാണ് പ്രോസിക്യൂഷൻ പറഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 20 വർഷം എന്നത് പാർലമെന്റ് നിഷ്കർഷിച്ച ഒരു കുറഞ്ഞ ശിക്ഷയാണ്. മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് അഡ്വക്കേറ്റ് അജകുമാർ, പബ്ലിക് പ്രോസിക്യൂട്ടർ, പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മന്ത്രി പറഞ്ഞത് പരമാവധി ശിക്ഷ ലഭിച്ചു എന്ന രീതിയിലാണ്. ഇത് രണ്ടും വൈരുദ്ധ്യമുണ്ട്. പക്ഷേ രണ്ടും രണ്ട് പശ്ചാത്തലത്തിൽ നിന്നുള്ള മറുപടികളായി നമുക്ക് നിയമമന്ത്രിയാണ് പറയുന്നത്. നിയമമന്ത്രി അത് പ്രതികരിക്കുന്നതിന് മുമ്പ് പ്രോസിക്യൂഷനുമായി ആലോചിച്ചു വേണ്ടേ അതിൽ ഒരു അഭിപ്രായ രൂപീകരണം നടത്താൻ? കാരണം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരമാവധി ശിക്ഷ കിട്ടിയെന്ന് എങ്ങനെയാണ് നിയമമന്ത്രി പറയുക? എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് രാഷ്ട്രീയമാണ് അതിനകത്തുള്ളത്?
സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പിന്നെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന വിഷയങ്ങളിലും സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു, പ്രതികൾക്ക് എപ്പോഴും ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നു എന്ന് എപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സർക്കാരും അതിൻ്റെ ഭാഗമായുള്ള ഒരു മന്ത്രിയുമാണ് പി രാജീവ്. സ്വാഭാവികമായും തങ്ങൾ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് സമ്മതിക്കാൻ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം അത്തരമൊരു പ്രസ്താവന, ഒരുപക്ഷെ അത് അല്പം വസ്തുതാവിരുദ്ധം കൂടിയാണ്. കാരണം ഈ നിയമത്തിൽ ഇതിനേക്കാൾ വലിയ ശിക്ഷ, അതായത് ലൈഫ് ഇംപ്രിസൺമെന്റ് കിട്ടാവുന്ന വകുപ്പുകളുള്ള ഒരു കേസാണിത്. അത് കിട്ടിയില്ല എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് രാഷ്ട്രീയമായ അഭിപ്രായ പ്രകടനം മാത്രമായി നമുക്ക് കാണാൻ കഴിയൂ എന്ന്. ഓക്കെ, ശുക്ര പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. ഇത് നിരാശാജനകമല്ലെന്ന് വരുത്താൻ രാഷ്ട്രീയമായി അദ്ദേഹം നടത്തിയ ഒരു നീക്കമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. പക്ഷെ അത് എത്രത്തോളം അത് ശരിയാണ്, അതിജീവിതയോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് എന്നൊരു ചോദ്യമുണ്ട്. അത് അങ്ങനെ രാഷ്ട്രീയമായി അതിൽ ഒരു നല്ല വിധിയാണ്, ഞങ്ങൾ ജയിച്ചിരിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കിയതുകൊണ്ട് അതിജീവിതയ്ക്ക് അത് നീതിയാകുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഷുക്കൂർ ഈ ശിക്ഷാവിധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രതികൾ നേരിടാൻ പോകുന്ന ശിക്ഷാവിധി എത്ര കണ്ട് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ അതിൻ്റെ ഗൗരവക്കുറവും ഒക്കെ നമുക്ക് മറ്റു രീതിയിൽ ചർച്ച ചെയ്യാം. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നീതി നടപ്പാക്കപ്പെടുന്നതിൻ്റെ ഒരു ഘട്ടം ആണെന്ന് പറയാം. ആ ഘട്ടത്തിൽ എത്രത്തോളം അതിന് ഒരു കേരളീയ മനസാക്ഷിക്ക് മുന്നിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? തീർച്ചയായിട്ടും സാമൂഹ്യമായ വിചാരണ നേരത്തെ തന്നെ പൂർത്തിയായതാണ്. സാമൂഹ്യ വിചാരണയിൽ വെറുതെ ഇപ്പോൾ നിയമപരമായി കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപ് പോലും ശിക്ഷ വാങ്ങി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം സമൂഹം വലിയ തോതിൽ ദിലീപിനെ, അതായത് കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപിനെ കുറ്റവാളിയായി പരിഗണിക്കുകയും സാമൂഹ്യമായി ഒരു പരിധിവരെ ബഹിഷ്കരിക്കുകയും മലയാള സിനിമയിൽ അദ്ദേഹത്തിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ തന്നെ പൾസർ സുനി അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ സമൂഹം വലിയ ശിക്ഷ, അതായത് ഒറ്റപ്പെടുത്തുകയും അവരെ അതിക്രൂരരായ മനുഷ്യരായി കണക്കാക്കുകയും ചെയ്തു എന്നുള്ളത് ഇതിനകം തന്നെ നമുക്കെല്ലാം ബോധ്യമുള്ള കാര്യമാണ്. പക്ഷെ നിയമം അത്ര ചെയ്താൽ പോരാ, പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്ന കാര്യത്തിൽ എല്ലാവർക്കും നിർബന്ധമുണ്ടായിരുന്നു. അത് പക്ഷേ അത്രത്തോളം സാധ്യമായില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിധിന്യായം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം